കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ അനധികൃത വായ്പ എടുത്ത് തിരിച്ചടവ് മുടക്കിയവരും പ്രതിപട്ടികയിലേക്ക്. തിരിച്ചടവ് മുടക്കിയവർക്ക് ഇഡി സമൻസുകൾ ലഭിച്ചതോടെ 3 മാസത്തിനുള്ളിൽ 5 കോടി രൂപ ബാങ്കിലേക്ക് തിരിച്ചടവായി എത്തിയിരുന്നു. ഈ സമൻസുകളോടും പ്രതികരിക്കാത്തവരാണ് പ്രതികളാകുക. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPM പാർട്ടിയും പ്രതിപട്ടികയിൽ ഉണ്ടാകും. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ ഏറ്റവും കൂടുതൽ അനധികൃത വായ്പകൾ എടുത്താണ് ബാങ്ക് കടക്കണിയിലേക്ക് പോകുന്നത്. അത് എന്തായാലും അത്തരത്തിൽ ഈ വായ്പ എടുത്ത തിരിച്ചടവ് മുടക്കിയവരും കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അതനുസരിച്ചുള്ള സമൻസ് ഇഡി കൈമാറിയിരുന്നു. കുറെ പേർ അപ്പോൾ തന്നെ തിരിച്ചടച്ചിരുന്നു. കുറച്ചധികം പേരുണ്ട്. അവരെന്തായാലും അതെ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഇനി തുടർ നീക്കങ്ങൾ, ജിജീഷ്? രോഹിണി, നിഖിൽ, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നടപടികൾ ആരംഭിച്ചിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ തുക അനധികൃത വായ്പ എടുത്തതിന് ശേഷം ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഏതാനും പേർ മാത്രമായിരുന്നു പ്രതിപട്ടികയിലേക്ക് വന്നിരുന്നത് എങ്കിൽ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ വലിയ തുക വായ്പ എടുത്തു. ആ വായ്പ എടുത്തു എന്ന് മാത്രമല്ല അനധികൃതമായി തന്നെയായിരുന്നു. പലരും ആ ഒരു പ്രദേശത്തെ താമസക്കാരല്ല, കരുവന്നൂർ സഹകരണ ബാങ്ക് പരിധിക്കുള്ളിൽ ലോൺ എടുക്കാൻ കഴിയുന്ന ആളുകളായിരുന്നില്ല, മറ്റു പല സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വ്യാജ രേഖകൾ ചമച്ചും വ്യാജ മേൽവിലാസങ്ങൾ തയ്യാറാക്കിയും എല്ലാമായിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിലും ഉദ്യോഗസ്ഥ സ്വാധീനത്തിലും എല്ലാം തന്നെ വലിയ തുകകൾ വായ്പ ഇത്തരത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. മാത്രമല്ല അവർക്ക് ഈട് വയ്ക്കാൻ പോലും തുല്യ തുകയ്ക്കുള്ള അല്ലെങ്കിൽ ആനുപാതികമായ തുകയ്ക്കുള്ള വസ്തുവകകൾ ഉണ്ടായിരുന്നില്ല, സ്വത്തുവകകൾ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ കുറച്ച് വിലയ്ക്കുള്ള സ്വത്തുവകകൾ വെച്ചാണ് കോടിക്കണക്കിന് രൂപ പല ആളുകളും എടുത്തത്. അങ്ങനെ ബാങ്കിനെ കബളിപ്പിക്കുക, സഹകരണ ബാങ്കിനെ കബളിപ്പിച്ച് മുങ്ങുക, പണം തിരിച്ചടവ് മുടക്കുക എന്നത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ലോണുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വായ്പകൾ തരപ്പെടുത്തുമ്പോൾ അവരുടെ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിരവധി ആളുകൾക്ക് വലിയ തുകകൾ വായ്പയെടുത്ത് തിരിച്ചടക്കാത്ത ആളുകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസുകൾ നൽകി അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകി. കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു ആവശ്യം. എന്നാൽ ഈ സമൻസുകൾ അയച്ചപ്പോഴാണ് ഇഡിക്ക് ഒരു കാര്യം വ്യക്തമായത്. ഇതിൽ പല മേൽവിലാസങ്ങളും ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന മേൽവിലാസങ്ങളും തെറ്റാണ്. അതായത് ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങൾ പൂർണ്ണമായും തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റു പല ആളുകളുടെ ഇത്തരത്തിൽ വിലാസങ്ങളായിരുന്നു നൽകിയത് എന്ന് വ്യക്തമായി. തുടർന്ന് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുകയും അത്തരം ആളുകളിലേക്ക് കടന്നു എന്നുകൊണ്ട് നേരിട്ട് തന്നെ സമൻസുകൾ കൈമാറുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ നേരിട്ട് സമൻസുകൾ കൈമാറിയതോടുകൂടി ഏതാനും പേർ ഈ വായ്പകൾ തിരിച്ചടക്കാൻ തയ്യാറായി. അങ്ങനെയാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 5 കോടിയോളം രൂപയുടെ വായ്പ തിരിച്ചടവ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പല മടങ്ങാണ് ഇപ്പോഴും വലിയ തുകകൾ വായ്പയെടുത്ത് തിരിച്ചടക്കാനുള്ള തുകകൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഈ രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെടുക. 50ഓളം പേർ ചേർന്നതായിരിക്കും പ്രതിപട്ടിക എന്നൊരു ഏകദേശ വിവരമാണ് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും നേരിട്ട് ബാങ്കിനെ കബളിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയെല്ലാം തന്നെ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടും. നേരത്തെ CPMന്റെ 76 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു. പിന്നീട് ഇതിന് അംഗീകാരവും അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളിൽ ഇത് പൂർണ്ണമായും തന്നെ ശരിവെച്ചുകൊണ്ടുള്ള ഓർഡറുകളും വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും CPM പാർട്ടി രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിലേക്ക് എത്തും. ഇത്തരത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതോടെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ വ്യക്തികളോ പ്രതിപട്ടികയിലേക്ക് എത്തുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളിൽ. അങ്ങനെ CPM പാർട്ടി പ്രതിപട്ടികയിൽ എത്തുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വലിയ തുകകൾ വായ്പ എടുത്ത ശേഷം തിരിച്ചടക്കാതെ ഇപ്പോഴും ഇതിന് കൊടുത്തിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ, കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലവട്ടം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ലോൺ തിരിച്ചടച്ചതിന് ശേഷം ബാങ്ക് അതിന് നൽകുന്ന രേഖകൾ ഹാജരാക്കുകയാണെങ്കിൽ കേസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും, അനധികൃത വായ്പകൾ എടുത്തതുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്ന്. എന്നാൽ അതുപോലും ചെയ്യാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. ബാങ്കിനെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളുകൾ അവരായിരിക്കും രണ്ടാം ഘട്ട പ്രതിപട്ടികയിലെ പ്രധാനപ്പെട്ട പ്രതികളായി മാറുക. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.